ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ആഴ്ച നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾ അയവിറക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കരുതുകയാണ്. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. എഴുതിയെടുത്ത് പഠിക്കാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണ്. കൂട്ടിക്കിൽ നിന്ന് ജോ ആൻഡ് സംഗീതയാണ്. താങ്ക് യു ബ്രദർ ജോ ആൻഡ് സംഗീത. ഇന്ന് മകൻ ജോസഫിന്റെ 28ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോസഫ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസഫിനും വൈഫ് അബിഗേലിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലിയിൽ അവർ പ്രവേശിക്കപ്പെടുവാൻ, അതുപോലെ അവർ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും ദൈവികമായ സ്നേഹവും കർത്താവെ എല്ലാം നിറഞ്ഞു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഒപ്പം രണ്ടാമത്തെ മകൻ കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരിയറിൽ കർത്താവെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിലെ ദിവസങ്ങളിൽ കർത്താവെ ചില പ്രത്യേക ഡയറക്ഷനിലൂടെ, അങ്ങ് നൽകുന്ന ചില ഡയറക്ഷനിലൂടെ സഞ്ചരിക്കുവാൻ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കൃപ കുഞ്ഞിൻ്റെ മേൽ അങ്ങ് ഈ ദിവസങ്ങളിൽ പകരണമേ കർത്താവ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും ആരാധന നടക്കുന്നുണ്ട്. ആരാധനയിലേക്ക് നേരിട്ട് കടന്നു വന്ന് സംബന്ധിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരെയും ഒരുക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? കഴിഞ്ഞ മൺഡേ മുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രീ റെക്വിസൈറ്റ്സ് ഫോർ വർഷിപ്പ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫോർ വർഷിപ്പ് ആണ്. ആരാധിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? 6 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നോട്ട്സ് കയ്യിലുള്ളവരൊക്കെ അത് നോക്കുക, പല പ്രാവശ്യം നോക്കുക. ഒരു പ്രാവശ്യം എഴുതിയ നോട്ട്സ് പിന്നെ തുറന്നു നോക്കാതിരിക്കരുത്, പല പ്രാവശ്യം. ഞാൻ ഇങ്ങനെയാണ് എല്ലാവരോടും പറയാറുള്ളത്. മോർണിംഗിൽ രാവിലെ 7 മണിക്ക് ആണ് സാധാരണ റിലീസാകുന്നത് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു പ്രാവശ്യം കണ്ടു, നോട്ട്സ് എഴുതി. പക്ഷെ അന്ന് തന്നെ പറ്റുവാണെങ്കിൽ 1, 2, 3 പ്രാവശ്യം വീണ്ടും കേൾക്കുക. അങ്ങനെ കേൾക്കുന്ന അനേകരെ എനിക്കറിയാം. അവർ പല പ്രാവശ്യം നോട്ട്സ് എഴുതി പിന്നെ അതൊന്നും കൂടി വിട്ടുപോയതൊക്കെ ഒന്നും കൂടി ഫിൽ ചെയ്ത് സൂപ്പറാക്കി വയ്ക്കും. 1500-ലധികം എപ്പിസോഡുകൾ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൽ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദി എലമെന്റ്സ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആരാധനയുടെ ഒരുക്കം കണ്ടു. ആരാധനയിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്തെല്ലാമാണ്? ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, ആരാധന എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ആരാധന ഉള്ളടക്കം, ആരാധനയ്ക്കകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഒന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാം. ആരാധന എന്ന് കേൾക്കുമ്പോൾ, വർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകേണ്ട ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ചേരുവകൾ, ഘടകങ്ങൾ, എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഞാനൊരു മിനിറ്റ് തരാം. ഒന്നെല്ലാവരും ടൈപ്പ് ചെയ്ത് ലൈവ് ചാറ്റിലിടാമോ? ഈ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ അതിലൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്?
പലരുടെയും മനസ്സിൽ ആരാധന എന്ന് പറയുമ്പോൾ പാട്ട്, കയ്യടി, നൃത്തം, വീണ് കിടക്കുന്ന അതും ഇതൊക്കെ മനസ്സിൽ വന്നേക്കാം. തീർച്ചയായിട്ടും പാട്ട് നമ്മുടെ അകത്ത്, ആരാധന എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം നമ്മുടെ അകത്ത് വരുന്ന സോങ്ങാണ്. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. സോങ്, മ്യൂസിക് കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയതാണെങ്കിൽ കീബോർഡോ ഗിറ്റാറോ വയലിനോ എന്തെങ്കിലുമൊക്കെ വെച്ച് അടിക്കാം. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ ആരാധന എന്ന് പറഞ്ഞ കയ്യടി, പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന സാധനം കയ്യടിച്ചാൽ എല്ലാവരും കൈയടിച്ചാൽ. പിന്നെ വരുന്നതാണ് സ്തുതിപ്പ്, പ്രൈസസ് അല്ലേ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. താങ്ക്സ് ഗിവിങ്, നന്ദി യേശുവേ, താങ്ക് യു ജീസസ്, നന്ദി യേശുവേ, താങ്ക് യു ജീസസ് നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ ശരിക്കും ദൈവവചനം പറയുന്നതിനനുസരിച്ച് ഒരു ആരാധനയ്ക്കകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഘടകങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോവും. അതിൽ ഓരോന്നെടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ആരാധന ഒരു ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നുണ്ട്. ആരാധനയിൽ അങ്ങോട്ടും ചിലത് കൊടുക്കും, അവിടുന്ന് ഇങ്ങോട്ടും വരും. അതൊരു നല്ല പരിപാടിയല്ലേ? ആരാധിക്കുമ്പോൾ ചുമ്മാ കുറേ സ്തുതിയും സ്തോത്രവും മഹത്വവും മുകളിലോട്ട് നമ്മൾ കയറ്റി വിടുന്നു. എല്ലാം കൂടി പോയി കഴിയുമ്പോൾ എനിക്കിനി ഒന്നുമില്ല. നോ, we are also receiving bountiful blessings from the one who is worshipped. ഈ ആരാധന സ്വീകരിച്ചിട്ട് കർത്താവ് നമ്മളെ വെറും കൈയോടെ ഒരിക്കലും വിടില്ല. പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു, വെറും കൈയോടെ ആരും ദൈവസന്നിധിയിൽ വരരുത്. മോശയുടെ കാലത്തെ നിയമമാണ്, വെറും കൈയോടെ ആരും ദൈവസന്നിധിയിലേക്ക് വരരുത് എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ദേവാലയത്തിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പോകാൻ പറ്റില്ല. യാഗം കഴിക്കണമെങ്കിൽ അത്, ചിലപ്പോൾ കൃഷിയുടെ വിളവിൻ്റെ ദശാംശം ചിലപ്പോൾ അതായിരിക്കും. ഒത്തിരി തിരുമുൽ കാഴ്ചകളുമായിട്ടാണ് രാജാവിനെ കാണാൻ ജനങ്ങൾ അന്ന് പോയിരുന്നത്. അതുപോലെ തന്നെ രാജാതി രാജാവായ ദൈവത്തെ കാണാനും വലിയ കാഴ്ചകളുമായിട്ടാണ് പോകുന്നത്. ഇക്കാലത്തും നമുക്കത് ആപ്ലിക്കബിളാണ്. വെറും കൈയോടെ നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ പോകും? എല്ലാം തന്നവൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? നന്ദിയുടെ പ്രകാശനമാണ്. അതിലേക്ക് പോകാം. അതിൽ ഒന്നാമത് വരുന്നതാണ് കൺഫെഷൻ ഓഫ് സിൻസ്. ആരാധനയിലെ ഘടകമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? കൺഫെഷൻ ഓഫ് സിൻസ് അല്ലെങ്കിൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ. യെശയ്യാവിൻ്റെ പുസ്തകം 14:2 നമുക്ക് നോക്കാം. Take words with you and return to the Lord. Say to him, forgive all our sins and receive us graciously that we may offer the fruit of our lips. ഇത് ഭയങ്കര സംഭവമാണ്. മലയാളം വായിക്കാം. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. വാവ് വാവ് വാവ്, ഭയങ്കര സംഭവം. ആരാധനയോട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ എങ്ങനെയാണ് ചെല്ലേണ്ടത്? അനുതാപവാക്യങ്ങളോടുകൂടെ, അനുദപിച്ച് പറയുന്ന വാക്കുകളും സെൻറ്റൻസുകളും. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവരോട് പറയണം, ഞങ്ങളുടെ സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അങ്ങനെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ, കൃപയോടെ കൈക്കൊണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ്. ഇത് തന്നെയാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചത്, ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ്. സോ കൺഫെഷൻ കംസ് ബിഫോർ ഓഫറിങ് സാക്രിഫൈസസ്. അതൊന്ന് ആരെങ്കിലും ടൈപ്പ് ചെയ്യാം, കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ട്. കൺഫെഷൻ കംസ് ബിഫോർ ഓഫറിങ് സാക്രിഫൈസസ്. യാഗം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റുപറച്ചിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാഗം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റുപറച്ചിൽ. അതൊന്ന് ഏറ്റുപറഞ്ഞേ, യാഗം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റുപറച്ചിൽ. സോ പഴയ നിയമം മുതൽ ഉള്ള ഒരു ക്രമമാണ്, ഒരു ഓർഡറാണ്. യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമേ ഏറ്റുപറയണം. കഴിഞ്ഞ ദിവസം നമ്മൾ ആരാധനയുടെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മളത് പറഞ്ഞിരുന്നു. റെക്കൺസിലിയേഷൻ, ഒരു നിരപ്രവാഹം. ആർക്കെങ്കിലും യേശു തന്നെ പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ അവിടെ തന്നെ ഇരിക്കട്ടെ, അവിടെ വെച്ചിട്ട് പോയി നിരപ്പ് പ്രാവശ്യ ശേഷം തിരിച്ചു വന്നിട്ട് ഓഫറിങ് ആയിട്ട് അർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു.
ഇനി ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ എവിടെയെല്ലാം ജനങ്ങൾ അനുതാപ ഹൃദയത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അവിടെയെല്ലാം ഒരു റിവൈവൽ ബ്രേക്ക് ഔട്ടായി, ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. എത്രയോ സ്ഥലങ്ങളിൽ വെൽഷ് റിവൈവൽ നടക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു. അസൂസ സ്ട്രീറ്റ് റിവൈവൽ നടക്കുമ്പോൾ അത് സംഭവിച്ചു. പെൻസക്കോള റിവൈവൽ നടക്കുമ്പോൾ അത് സംഭവിച്ചു. കഴിഞ്ഞ വർഷം അതിന് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ആസ്ബറി യൂണിവേഴ്സിറ്റിയിലൊരു, കെൻറ്റക്കി എന്ന് പറയുന്ന സംസ്ഥാനത്ത് അമേരിക്കയിൽ ഒരു വലിയ ഉണർവുണ്ടായി. അവിടെ കണ്ട കാഴ്ച, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളും പുറത്തുനിന്ന് വന്നവരും എല്ലാം മുമ്പിലേക്ക് ചെന്നവരുടെ പാവങ്ങൾ എങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ സംഭവിക്കുന്നത് പെട്ടെന്നാണ് അങ്ങനെയുള്ള അനുഭവം. ഒന്നുകിൽ പാവങ്ങളെ ഏറ്റുപറയുന്നതിലൂടെ ഉണർവ് പൊട്ടിപ്പുറപ്പെടും, അല്ലെങ്കിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഈ ഫിനോമിനൻ ഉണ്ടാവും, ആളുകൾ പാവങ്ങളെ ഏറ്റുപറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കുമ്പോൾ ആരാധന ഉൾക്കൊള്ളിക്കേണ്ട ഒരു ഘടകമാണ് പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ. തുടക്കത്തിൽ തന്നെ ഇത് ഒത്തിരി കോൺട്രവേഴ്സിയിലാണ് ഈ കാലഘട്ടത്തിൽ. ചിലർ പറയുന്നതനുസരിച്ച് പാവങ്ങളെ ഏറ്റുപറയേണ്ട ഒരാവശ്യമില്ല. കർത്താവ് നമ്മുടെ എല്ലാ പാവങ്ങളും ഒറ്റയടിക്ക് ഹോൾസെയിലായി ഒറ്റയടിക്ക് ക്ഷമിച്ചു. അതുകൊണ്ട് ഓരോന്നോരോന്ന് ഏറ്റുപറയേണ്ട ഒരാവശ്യമില്ല. മാത്രമല്ല, നമ്മളാരും ചെയ്ത എല്ലാ പാപങ്ങളും ഓർക്കുന്നില്ല. അതുകൊണ്ട് പാപങ്ങളുടെ ഏറ്റുപറച്ചിലൂടെയാണ് വിടുതലെങ്കിൽ ഒരാൾക്കും ഒരിക്കലും എണ്ണമില്ലാത്ത പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയത് ഏറ്റുപറയാൻ സാധ്യമല്ല. ഒരു വശം പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ അത് ശരിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരിക്കലും ഓരോന്നായി ഏറ്റുപറയാൻ, ചില പാപങ്ങളെക്കുറിച്ച് എനിക്ക് പാപബോധം പോലും ഇല്ല, അത് പാപമാണെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സാക്ഷിയിൽ തട്ടുന്ന നീ ചെയ്തത് ശരിയായില്ല, അങ്ങനെ തട്ടുന്നതെങ്കിലും നമ്മൾ പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ. നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വരെ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതാണ്, യേശുവിൻ്റെ രക്തം 7-ാം വചനത്തിൽ സകല പാവങ്ങളും മുക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം പിന്നെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ സകല അകൃത്യങ്ങളെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ വിശ്വസ്തനാണ്. ഉണർവുണ്ടായ ഒരു രംഗം ഞാൻ കാണിച്ചു തരട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 9:2, നെഹമ്യാ 9:2. Those of Israelite descent had separated themselves from all foreigners. They stood in their places and confessed their sins and the sins of their ancestors. ഇവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ, ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഇസ്രായേലിയ പരമ്പരയിൽപ്പെട്ട ആളുകൾ, അവര് മറ്റെല്ലാ ഇതിനിടയ്ക്ക് കുറേ മിക്സപ്പ് വന്നു. ദൈവം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിയർ തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതികളുമായി നിങ്ങൾ പോയി വിവാഹബന്ധത്തിൽ കൂടരുത്, വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. ഉദാഹരണത്തിന് യഹൂദരായിരിക്കുന്ന ഒരു യുവാവ് പോയി വിജാതീയ ഇതിൽപ്പെട്ട യഹൂദ അല്ലാത്തൊരു പെൺകുട്ടിയെ പോയി വിവാഹം കഴിക്കരുത്. ഇത് കാരണം മെയിൻലി ദൈവങ്ങളുടെ കുഴപ്പമാണ്. ഇവിടെ യഹോവയായ ദൈവത്തെ, സത്യദൈവത്തെ, ഏകസത്യദൈവത്തെ ആരാധിക്കുന്ന ആ വെളിപ്പാടുള്ള സത്യമുള്ളൊരു ജനമാണ് യഹൂദജനം. എന്നാൽ മറ്റവർക്കതില്ല, അവർ അന്ധതയിലാണ്, അവർക്കറിയില്ല ദൈവം ഏതാണ്. എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകളാണ് പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യും. ഓരോന്ന് സംസാരിച്ച് മിക്കവാറും സംഭവിക്കുന്നത്, ഈ ചെറുക്കൻ ഈ പെണ്ണിൻ്റെ വ്യാജ ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ പലരും ദുരാത്മാക്കളെയാണ് ദൈവങ്ങളായിട്ട് അവർ കാണുന്നത്, അതിലേക്ക് പോകും. ശലോമോൻ എന്ന് പറയുന്ന നമ്മുടെ സാക്ഷാൽ കിങ് സോളമൻ, ദ വൈസസ്റ്റ് മാൻ, ദ വെൽത്തിയസ്റ്റ് മാൻ, അദ്ദേഹം പോലും അയൽ രാജ്യങ്ങളിൽ നിന്ന് എല്ലായിടത്തു നിന്നും രാജകുമാരിമാരെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നു. 700+300 1000 സ്ത്രീകളാണ് അന്തപുരത്തിലുള്ളത്. അത് പല സ്ത്രീകളും ജാതീയ സ്ത്രീകളാണ്. അവർ വന്നപ്പോൾ കൊട്ടാരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് വന്നപ്പോൾ അവരുടെ നാട്ടിലെ അവരുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലൊതുങ്ങാവുന്നതും ബാഗിൽ വെക്കുന്നതും വാനിറ്റി ബാഗിൽ വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദൈവങ്ങളെല്ലാം കൊണ്ടുവന്ന് അന്തപുരത്തിൽ അവരവരുടെ ബെഡ്റൂമിൽ വെച്ചേക്കും.
ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കും. അവസാനം ഓരോ പ്രാവശ്യം കൈ കിട്ടുമ്പോൾ, രാജാവിനെ കൈ കിട്ടുമ്പോൾ ഇഷ്ടമുണ്ടോ, ഡു യു ലവ് മീ, സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കൊരു ടെമ്പിൾ വേണം, എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ടെമ്പിൾ വേണം. അപ്പോൾ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞും പോയി ഇനി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആരെവിടെ? ഇവൾക്ക് ആവശ്യമുള്ള ഒരു ടെമ്പിൾ പണിത് കൊടുക്കും. അവൾ ടെമ്പിൾ പണിത് അവിടെ കൊണ്ടുപോയി അവളുടെ വിഗ്രഹം വെച്ച് ആരാധന തുടങ്ങി. അവസാനം സ്നേഹം ഉണ്ടായിരുന്നു, ഡു യു ലവ് മീ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എന്നെ കൂടെ വാ, എൻ്റെ ക്ഷേത്രത്തിലൊന്നു. അവൾ പോയി. അങ്ങനെ അവസാന കാലത്ത് സകലവിധ ജാതീയ ദൈവങ്ങളെയും എൻ്റെ അടുക്കിലേക്ക് ശലോമോൻ തിരിഞ്ഞു. ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇത് വരാതിരിക്കാനാണ് ഇവിടെ പറയാൻ കാരണം, നെഹമ്യാവിൻ്റെ കാലത്ത് ഉണർവുണ്ടായി ഭയങ്കരമായ ഒരു ശുദ്ധീകരണം. ഒറ്റ മനുഷ്യൻ, നെഹമ്യാവെന്ന ഒറ്റ മനുഷ്യൻ കാരണം വലിയൊരു ശുദ്ധീകരണം നടക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ഇസ്രായേലിയർ തങ്ങളെ തന്നെ മറ്റുള്ളവരിൽ നിന്നും, വിദേശികളിൽ നിന്നും, ജാതികളിൽ നിന്നും വേർതിരിച്ച് അവരൊരു ക്ലെൻസിങ് പ്രോസസ്സിലൂടെയൊക്കെ പോയി നിന്നു. അതിനുശേഷം സംഭവിച്ചത്, they stood in their places and confessed their sins. അവിടെ നിന്ന് അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. and the sins of their ancestors, അവരുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ. 120 വർഷമായിട്ട് ജെറുസലേം ദേവാലയത്തിന് ചുറ്റുമതിലില്ലായിരുന്നു, ജെറുസലേം പട്ടണത്തിന് ചുറ്റുമതിലില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും അതിൻ്റെ അകത്ത് കയറി എല്ലാം നശിപ്പിച്ചു, ദേവാലയം നശിപ്പിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും, ഇവരവിടെ നിന്നുകൊണ്ട് പാപങ്ങൾ അങ്ങ് ഏറ്റുപറയാൻ തുടങ്ങുമല്ല, ഒരു വലിയ ഉണർവ് അവിടെ ഉണ്ടായി. ആ ഉണർവിലൂടെ വചനത്തിലേക്ക് അവർ തിരിച്ചു വന്നു. എസ്രാ ശാസ്ത്രിയൊക്കെ നിന്നുകൊണ്ട് വചനം വായിച്ചു, വചനത്തിലേക്ക് അവർ തിരിച്ചു വന്നു. അവരൊക്കെ പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ദൈവവചനത്തിലേക്കും ആരാധനയിലേക്കും സകലത്തിലേക്കും ഒരു റെസ്റ്റോറേഷൻ അവിടെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ റിവൈവൽ അവിടെ പൊട്ടി പുറത്തു. ഹലോ ഹലോ ഹലോ. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, കൺഫെഷൻ ഓഫ് സിൻസ് വാസ് എ പാർട്ട് ഓഫ് സാക്രിഫൈസസ് ഓഫേർഡ് ടു ഗാഡ്. ദൈവത്തിന് യാഗം അർപ്പിക്കുമ്പോൾ അവിടെയുണ്ടൊരു എന്താ പറയുന്നത്, ഏറ്റുപറച്ചിൽ, പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ. ലേവ്യ പുസ്തകം 16:21 നമ്മൾ കാണുന്നത്, ഹീസ് ടു ലേ ബോത്ത് ഹാൻഡ്സ് ഓൺ ദ ഹെഡ് ഓഫ് ദ ലൈഫ് ഗോഡ് ആൻഡ് കൺഫെസ് ഓവർ ഇറ്റ് all the wickedness and rebellion of the Israelites, all their sins, and put them on the goat's head. He shall send the goat away into the wilderness in the care of someone appointed for the task. അവിടെ നമ്മൾ കാണുന്നത് ഒന്നെടുത്ത് വായിക്കുന്നതല്ലാണെന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. ലേവ്യ പുസ്തകം 16:21 എല്ലാവരും എഴുതിയോ? അവിടെ കാണുന്നത്, ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. അന്നത്തെ കാലത്ത് അവിടെ കൊടുത്തിരുന്നൊരു നിയമം ഇതാണ്, 2 കോലാടിനെ തിരഞ്ഞെടുക്കണം. ഓക്കെ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിവസത്തിൽ 2 കോലാട്ടുകൊറ്റന്മാരെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവർ ചെയ്യുന്നത്, they would cast lots to find which one for the Lord and which one to be scapegoat. അതിൽ ഒരെണ്ണത്തെ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റും, ഒരെണ്ണത്തിനെ സ്കേപ്ഗോട്ട് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്കേപ്ഗോട്ട് എന്ന് പറയുന്നതിനെ അതിനുശേഷം 22-ാമത്തെ വചനത്തിൽ പറയുന്നത്, കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെ ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അതായത് അഹരോൻ സകല ഇസ്രായേലരുടെയും പാപങ്ങൾ ഈ കോലാട്ടുകൊറ്റൻ്റെ തലയിൽ കൈവച്ച് അതിൻ്റെ മേലേക്ക് ആരോപിക്കുകയാണ്. സകല ജനങ്ങളുടെയും പാപം ഈ കോലാട്ടുകൊറ്റൻ ഒരു പാപവും ചെയ്തിട്ടില്ല, പാവമൃഗമാണ്, മിണ്ടാപ്രാണിയാണ്. അതിൻ്റെ മേലേക്ക് എല്ലാം കൂടെ ആരോപിച്ച ശേഷം ശൂന്യപ്രദേശത്തേക്ക് അത് ചുമന്നുകൊണ്ട് പോകണം. ഈ പാപവുമായിട്ട് പോവുകയാണ്. ഇതിൻ്റെ താഴേക്ക് ഞാൻ മൊത്തം വായിക്കാൻ നമുക്ക് സമയമില്ല, പക്ഷെ കാര്യം പറയാം.
ഇനി ദ ലോർഡ്സ് വൺ വിൽ ബി സാക്രിഫൈസ്ഡ് ഓൺ ദി ഓൾട്ടർ. അപ്പോൾ ഒരെണ്ണത്തിനെ കർത്താവിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നതിനെ എന്ത് ചെയ്തു? സാക്രിഫൈസ് ചെയ്യാണ്, യാഗം കഴിക്കുകയാണ്. എന്നാൽ ഓൺ ദ സ്കേപ്പ് ഗോട്ട് the high priest should confess all the sins of himself and the people would be sent to the wilderness. ഒന്നിനെ യാഗം കഴിക്കുന്ന മറ്റേതിൻ്റെ മേൽ എല്ലാ പാപങ്ങളും ചുമത്തിയിട്ട് ശൂന്യ പ്രദേശത്തേക്ക്, എന്ന് വെച്ചാൽ ഒരിക്കലും ഇനി തിരിച്ചു കിട്ടാത്ത സ്ഥലത്തേക്ക്, മരുഭൂമിയിലേക്ക് അതിനെ അങ്ങ് ദൂരേക്ക് കൊണ്ടുപോയി വിടുകയാണ്. ഇനി these two gods together represent the complete atonement work of Christ. ഇവിടെ ഇത് രണ്ടും ചേർന്നാണ് ക്രിസ്തുവിൻ്റെ, അതായത് പഴയ നിയമത്തിലുള്ളൊരു മഹാപാപ പരിഹാര ദിവസത്തിൽ അഥവാ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു പ്രാക്ടീസാണിത്. രണ്ടാടിനെ തിരഞ്ഞെടുക്കുന്നു, ഒന്നിനെ യാഗം കഴിക്കുന്നു, മറ്റതിൻ്റെ മേൽ സകല കുറ്റവും ആരോപിച്ചിട്ട് മരുഭൂമിയിലേക്ക് ഒരിക്കലും തിരികെ വരാതെ വണ്ണം വിട്ടുകളയും, അതിനെ തുറന്നു വിടുന്നു, അയച്ചു കളയുന്നു. അപ്പോൾ എന്താണ് ഇതിനെ കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത മുഴുവനായുമുള്ള യാഗത്തിൻ്റെ പിക്ചറാണ് രണ്ട് കോലാട്ടുകൊറ്റന്മാർ കാണിക്കുന്നത്. അതിലൊന്ന് ഫസ്റ്റ് ഗോഡ് അഥവാ സാക്രിഫിഷ്യൽ ഡെത്ത്, അതായത് ഒന്നാമത്തത് യാഗം കഴിക്കപ്പെടുന്ന കോലാട്ടുകൊറ്റൻ സൂചിപ്പിക്കുന്നത് ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ജീസസ്, യേശുവിൻ്റെ യാഗമരണത്തെയാണെങ്കിൽ ദ സ്കേപ്പ് ഗോഡ് തുറന്നു വിട്ടത് മരുഭൂമിയിലേക്ക് കൊണ്ട് അതിനെ കൊല്ലുന്നില്ല, തുറന്നു വിട്ടത് കാണിക്കുന്നത് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. കാരണം ആ കോലാട്ടുകൊറ്റൻ ജീവിച്ചിരിക്കുന്നു, അത് യേശുവിൻ്റെ പുനരുത്ഥാനത്തെ കാണിക്കുന്നു. ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ്. എന്താണ് നമ്മളെന്ന് മനസ്സിലാക്കിയത്? ദ എലമെന്റ്സ് ഓഫ് വർഷിപ്പ്, ആരാധനയ്ക്കകത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് വരേണ്ടത് കൺഫെഷൻ ഓഫ് സിൻസ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എല്ലാവരും ഇതിനോട് യോജിക്കണമെന്നില്ല. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ആരാധനയ്ക്ക് മുമ്പ്, ആരാധനയുടെ തുടക്കത്തിൽ വരേണ്ടതാണ് പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് ഓർമ്മയില്ല, എല്ലാ പാപങ്ങളെക്കുറിച്ച് നമുക്ക് കുറ്റബോധമില്ല, എല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയത് പാപമാണെന്ന് പോലും നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ ഉള്ളിൽ മനസ്സിലായി വരുന്ന, മനസ്സിനെ കുത്തുന്നതെല്ലാം നമ്മൾ ഏറ്റുപറയുന്നതാണ് നല്ലത്. ഒരു ഭാഗത്ത് പറയുന്നത് നിങ്ങളെ പാപങ്ങളെ തമ്മിൽ ഏറ്റുപറയണം. പരസ്പരം ചെയ്തു പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറഞ്ഞു, ഐ എം സോറി, ഐ എം റിയലി സോറി, ഐ ഹേർട്ട് യു, ഐ എം റിയലി സോറി, എന്നോട് ക്ഷമിക്കണം. അത് തമ്മിൽ ഏറ്റുപറഞ്ഞു. അടുത്തത് മുകളിലേക്ക്. ഈ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോഴതല്ല പറഞ്ഞ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇത് രണ്ട് വശത്തേക്കുണ്ട്. ഇത് ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്, അല്ലെങ്കിൽ ഘടകമാണ്. ആരാധന ഉൾക്കൊള്ളിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഞാൻ തുടർന്ന് തരും. ഈ ആഴ്ചയിൽ പഠിച്ചതെല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാ നോട്ട്സും എടുത്ത് കമൻറ്റ് സെക്ഷനിൽ ദയവായി ടൈപ്പ് ചെയ്തിടുക. കൂടാതെ നമ്മുടെ മീഡിയയിൽ നിന്നും ഇതിൻ്റെ ഇംഗ്ലീഷ്, ഇതിൻ്റെ സംക്ഷിപ്ത രൂപം എല്ലാ ദിവസവും ഇവിടെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയും പിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. എല്ലാ മലയാളവും മനസ്സിലാകാത്ത പലരും ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ആ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതെടുത്ത് വായിച്ചാൽ ഏകദേശം എല്ലാ ദിവസവും അത് വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതലും സൗഖ്യവും ജനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ ആരാധിക്കുന്ന എല്ലാവർക്കും ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് കർത്താവ് നീ പകരുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ശക്തിയേറിയ തലവേദന വിട്ടുപോട്ടെ. ഉറങ്ങാൻ കഴിയാത്ത ചിലരെ കർത്താവ് ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ നട്ടലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ, ശരീരത്തിൽ ആരോഗ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ രണ്ട് കൈകൾ നീട്ടിപ്പിടിക്കുക. യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞായറാഴ്ച വരാൻ മറക്കരുത്. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.
താങ്ക്